മഹേന്ദ്ര ഇനി മോജോ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ കൊണ്ടുവരില്ല എന്നുള്ള ഒരു ന്യൂസ് ഞാൻ കണ്ടു. ഓൾറെഡി കുറച്ചധികം വർഷങ്ങളായിട്ട് ഇപ്പോൾ മഹേന്ദ്ര മോജോ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ സെയിൽ ചെയ്യുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇനി പ്രൊഡക്ഷൻ നിർത്തിയ കാര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇനി ഒരു മോട്ടോർ സൈക്കിൾ തിരിച്ചു വരില്ല, അല്ലെങ്കിൽ ഇനി അത് വരാൻ ചാൻസ് ഇല്ല എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്പ്രെഡ് ആയിരിക്കുന്നത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അത് ഞാൻ ഓൾറെഡി പലതവണ പറഞ്ഞ കാര്യം തന്നെയാണ്. മഹേന്ദ്ര തന്നെയാണ് മഹേന്ദ്ര മോജോ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിനെ നശിപ്പിച്ച് കളഞ്ഞത്. നല്ലൊരു ടൂറിംഗ് മോട്ടോർ സൈക്കിളാണ്, നല്ല പെർഫോമൻസ് ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. ഓൾറെഡി ഇറ്റാലിയൻ മാനുഫാക്ചർ ആയിട്ടുള്ള മാൽഗൂട്ടി MR 250 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിനെ ബേസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണ് മഹേന്ദ്ര മോജോ എന്ന് പറയുന്നത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു മഹേന്ദ്രയുടെ അല്ലെങ്കിൽ മഹേന്ദ്ര മോജോയുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ മഹേന്ദ്ര അതിനെ വേണ്ട രീതിയിൽ നോക്കിയില്ല. മഹേന്ദ്ര വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടു. BSA കൊണ്ടുവരാം, SD കൊണ്ടുവരാം, ജാവ കൊണ്ടുവരാം, എല്ലാം കൊണ്ടുവന്നു. പക്ഷെ കൊണ്ടുവന്ന പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കറിയാലോ അതിന്റെ റിലയബിലിറ്റിയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി അടുത്തൊരു കാര്യം, അടുത്ത BSAയുടെ ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇനി അത് വന്നാൽ അറിയാം ഇനി എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്. ബേസിക്കലി മഹേന്ദ്ര മോജോ എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിളിനെ ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ മഹേന്ദ്ര എന്നുള്ളൊരു പേര് നല്ലപോലെ നിന്നിരുന്നു. ഇനി മഹേന്ദ്രയുടെ മോജോ തന്നെയാണ് നല്ലൊരു മോട്ടോർ സൈക്കിളായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളൂ. അതല്ലാതെ കൊണ്ടുവന്നിട്ടുള്ള സ്കൂട്ടർ ആണെങ്കിലും മോട്ടോർ സൈക്കിൾസ് ആണെന്നുണ്ടെങ്കിലും സ്മോൾ കമ്പ്യൂട്ടിംഗ് പർപ്പസിനായിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ആണെന്നുണ്ടെങ്കിലും അത്രയും നല്ല മോട്ടോർ സൈക്കിൾസ് ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. ഇനി മഹേന്ദ്ര മോജോയിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ജാവ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കൊടുക്കുക.